ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 ബേസിക് സയൻസിലെ 3rd ചാപ്റ്ററായ വാട്ടർ ആൻഡ് ലൈഫ് എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ എടുക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, അത് കാണുക കേട്ടോ. ദെൻ എന്താണ് ഇവിടെ നോക്കാം നമുക്ക്. വാട്ടർ ഇൻ മെനി ഫോംസ് അല്ലെ. എന്താണ് ഈ വെള്ളം പല രൂപത്തിലാണ് അല്ലെ. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ചിത്രം കണ്ടോ? ഹൗ ഈസ് ഐസ് ഫോംഡ്? എങ്ങനെയാണ് ഈ ഐസ് ഉണ്ടാകുന്നത്? നമ്മള് വെള്ളം എടുത്തിട്ട് ഫ്രീസറിൽ വെക്കും അല്ലെ, അപ്പൊ ഐസ് ആവും അല്ലെ. ഐസ് ഈസ് ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ. എന്താണ് വെള്ളത്തിന്റെ സോളിഡ് ഫോം ഓഫ് വാട്ടർ? എന്താണ് സോളിഡ് ഫോം ആണ് എന്ത്? ഐസ് അല്ലെ. എന്താണ് സോളിഡ് ഫോം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസ് ആണ് കേട്ടോ. വെള്ളത്തിന്റെ കട്ടിയുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്? ഐസ്. ഓക്കെ, അപ്പൊ സോളിഡ് ഫോം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസ് കേട്ടോ. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഐസ്? എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഐസ് ഉപയോഗിക്കുന്നത്? ടു പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിംഗ് അല്ലെ, ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ. പിന്നെ ടു കൂൾ ഡ്രിങ്ക്സ്, എന്താണ് ഡ്രിങ്ക്സ് തണുപ്പിക്കാൻ അല്ലെ, വെള്ളങ്ങളൊക്കെ തണുപ്പിക്കാൻ. ടു റെഡ്യൂസ് സ്വെല്ലിംഗ് ഇൻ ഇഞ്ചുറീസ്, എന്താണ് മുറിവൊക്കെ ഉണ്ടായാൽ നീര് കുറയ്ക്കാൻ. ഇതൊക്കെ നമ്മൾ ഐസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെ. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഐസ് ഈസ് ലെഫ്റ്റ് ഔട്ട്സൈഡ് ഫോർ എ ഷോർട്ട് ടൈം? ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്താ സംഭവിക്കുക? അതെന്താ ലിക്വിഡ് ഫോമിലേക്ക് ആവും അല്ലെ, വെള്ളം പോലെ ആവും അല്ലെ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്താണ് ഇതിന്റെ കാരണം? പ്രിപ്പയർ എ നോട്ട് ബൈ ഒബ്സർവിംഗ് ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ഐസ് ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻ. വിവിധ സന്ദർഭങ്ങളിൽ ഐസിന് വരുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് നിങ്ങളൊരു ഷോർട്ട് നോട്ട് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വാട്ട് ആർ ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ എക്സ്പെരിമെന്റ് നോട്ട്? എന്താ പരീക്ഷണക്കുറിപ്പിൽ എന്തൊക്കെ വേണം? എയിം വേണം, മെറ്റീരിയൽസ് എന്തൊക്കെ വേണം അല്ലെ, പിന്നെ അതുപോലെ പ്രൊസീജിയർ അല്ലെ, പരീക്ഷണക്രമം വേണം, ഒബ്സർവേഷൻ നിരീക്ഷണം വേണം, ഇൻഫറൻസ് വേണം അല്ലെ, നിഗമനം വേണം അല്ലെ. ദെൻ സിറ്റുവേഷൻസ്, സന്ദർഭങ്ങൾ, എന്താണ് ഒബ്സർവേഷൻസ്, സന്ദർഭങ്ങളും പിന്നെ അതുപോലെ നിരീക്ഷിച്ച കാര്യങ്ങളാണ് അല്ലെ. വെൻ ഐസ് ഈസ് കെപ്റ്റ് ഇൻ എ വെസൽ, ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ് എന്താണ്? ഇറ്റ് മെൽറ്റ്സ് ഇൻ ടു വാട്ടർ അല്ലെ, അതെന്താണ് വെള്ളം പോലെ ആയിട്ട് ഉരുകിപ്പോവും അല്ലെ. വെൻ ഐസ് ഈസ് ഹീറ്റഡ്, ഐസ് ചൂടാക്കുമ്പോഴോ ഇറ്റ് ടേൺസ് ഇൻ ടു വാട്ടർ ആൻഡ് ഇവൻച്വലി ബോയിൽസ് അല്ലെ, വെള്ളമായിട്ട് പിന്നെ എന്താകും? അത് തിളയ്ക്കാൻ തുടങ്ങും അല്ലെ. പിന്നെ വെൻ ദ വാട്ടർ ഇൻ ദ വെസൽ ബോയിൽസ്, എന്താണ് പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ് ടേൺസ് ഇൻ ടു സ്റ്റീം അല്ലെ, അതെന്താണ് സ്റ്റീം ആയിട്ട് മാറും അല്ലെ. വെൻ ലുക്കിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലിഡ് ഓഫ് ദ വെസൽ ആഫ്റ്റർ ബോയിലിംഗ് ദ വാട്ടർ, വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിന്റെ അടപ്പിന്റെ അടിഭാഗം നോക്കിയപ്പോൾ എന്താണ്? കണ്ടൻസേഷൻ ഫോംസ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ അല്ലെ. കണ്ടൻസേഷൻ ഫോം ചെയ്തിട്ട് എന്താണ്? ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടർ ആയി അല്ലെ, വെള്ളത്തിന് തുള്ളികൾ വരും. അപ്പം വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിന്റെ അടപ്പുണ്ടല്ലോ, മൂടി അല്ലെ, ആ മൂടിന്റെ അടിഭാഗം നോക്കിയപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഈ കണ്ടൻസേഷൻ ഫോംസ് ഫോംസ് ഡ്രോപ്ലെറ്റ് ഓഫ് വാട്ടർ. എന്താ ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കണ്ടൻസേഷൻ ഫോം ആയിട്ട് വെള്ളത്തുള്ളികൾ കാണാൻ കഴിയും അടപ്പുമല്ല കേട്ടോ. ഓക്കെ, ദെൻ അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ in many situations we use the ability of water to conduct heat. Which are those situations? അപ്പോൾ ചൂട് വഹിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിൽ നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. ഏതെല്ലാമാണ് അത്തരം സന്ദർഭങ്ങൾ? ഫോർ കുക്കിംഗ് റൈസ് അല്ലെ, അരി വേവിക്കുന്നതിന്. ഹീറ്റിംഗ് വാട്ടർ ഫോർ ബാത്തിങ് അല്ലെ, കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കുക. ഫോർ മേക്കിംഗ് ടീ, പിന്നെ ടീ ഉണ്ടാക്കാൻ, ചായ ഉണ്ടാക്കാൻ. ഫോർ ബോയിലിംഗ് വെജിറ്റബിൾസ്, എന്താണ് പച്ചക്കറികൾ വേവിക്കാൻ അല്ലെ. ഒക്കെ എന്താണ് നമ്മള് ഈ ചൂട് വഹിക്കാൻ വെള്ളത്തിലുള്ള കഴിവ് പല സന്ദർഭങ്ങളായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഹാവ് യു നോട്ടീസ് ദാറ്റ് വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് ഇറ്റ് റൈസസ് അപ്പ് ആസ് സ്റ്റീം? അപ്പൊ എന്താണ്? ചൂടാക്കുമ്പോൾ ജലം എന്താണ്? ഈ വേപ്പറൈസേഷൻ, അതായത് വെള്ളം ഹീറ്റ് ആക്കുമ്പോൾ എന്താണ്? എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇറ്റ് റൈസസ് അപ്പ് ആസ് സ്റ്റീം, എന്താണ് സ്റ്റീമായിട്ട് എന്താണ് ഉയരത്തിലേക്ക് പോകുന്നത് കാണുന്നുണ്ട് അല്ലെ. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ മോയ്സ്ചർ ഇൻ ദ വെറ്റ് ക്ലോത്ത്സ് ആസ് ദേ ഗെറ്റ് ഡ്രൈ? ഡിസ്കസ്. നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്താ സംഭവിക്കുന്നത്? ചർച്ച ചെയ്യുക. അപ്പൊ നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ വെള്ളം ഇപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ സ്റ്റീം പോകുന്നത് നമ്മൾ കാണാൻ കഴിയും അല്ലെ. പക്ഷേ നമ്മൾ നനഞ്ഞ തുണി നമ്മൾ പുറത്തിടുമ്പോൾ അതിന്റെ വെള്ളം എന്താണ്? ആ നനഞ്ഞ തുണി ഉണങ്ങുന്നുണ്ടല്ലോ, അപ്പൊ അതിലുള്ള ഈ വെള്ളങ്ങളൊക്കെ മോയ്സ്ചേഴ്സ് ഒക്കെ പോയിട്ടാണല്ലോ അത് ഡ്രൈ ആവുന്നത് അല്ലെ. അപ്പൊ അതില് വാട്ട് ഹാപ്പൻസ്, എന്താണ് അത് സംഭവിക്കുന്നത്? നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ വെള്ളത്തിന് എന്താ സംഭവിക്കുന്നത്? നോക്കാം. The spreading of small particles of liquid from its surface to the surroundings is called vaporization. എന്താണ്? ഒരു സ്മോൾ പാർട്ടിക്കിൾസ്
The spreading of small particles of liquid from its surface to the surroundings is called vaporization. ഒരു ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ലിക്വിഡിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ചെറിയ സ്മോൾ പാർട്ടിക്കിൾസ് ചുറ്റുപാടിലേക്ക് ഈ സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് എന്ത് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ലിക്വിഡിൻ്റെ സർഫസിൽ നിന്ന്, അതായത് ഉപരിതലത്തിൽ നിന്ന് സ്മോൾ പാർട്ടിക്കിൾസ് ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് എന്ത് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആസ് എ സബ്സ്റ്റൻസ് ഹീറ്റ്സ് അപ്പ്, ദ റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഇൻക്രീസസ്. വേപ്പറൈസേഷൻ occurs at all temperature. Water is the only substance that exists in nature in all the three states: solid, liquid and gas. എന്താണ് പറയുന്നത്? ചൂടാക്കുമ്പോൾ എന്താണ് വേപ്പറൈസേഷൻ? എന്താണ് വേപ്പറൈസേഷൻ്റെ തോത് എന്താണ് വർദ്ധിക്കുകയാണ് അല്ലേ, ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഈ വേപ്പറൈസേഷൻ എല്ലാ താപനിലയിലും സംഭവിക്കുന്നുണ്ട് അല്ലേ. എന്താണ് വേപ്പറൈസേഷൻ ഒക്കേഴ്സ് അറ്റ് ഓൾ ടെമ്പറേച്ചർ, എല്ലാ ടെമ്പറേച്ചറിലും എന്താണ് ഈ വേപ്പറൈസേഷൻ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ 3 സ്റ്റേറ്റിലുള്ള പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക ഒരു സബ്സ്റ്റൻസ് ആണ് എന്ത് വാട്ടർ. സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും കാണപ്പെടുന്ന ഓൺലി സബ്സ്റ്റൻസ് ആണ് എന്ത് വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. 3 സ്റ്റേറ്റിലായിട്ട് കാണപ്പെടുന്ന ഏക സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? വാട്ടറാണ്. വെള്ളത്തിന് എന്താണ് സോളിഡിൽ കാണാം അല്ലെ, ഐസായിട്ട്, ലിക്വിഡിൽ വെള്ളം പോലെ. ഗ്യാസ് ആകുമ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ട് എന്താ നീരാവിയായി പോകുന്നില്ലേ, ഗ്യാസായി കാണാം അല്ലേ. അപ്പോൾ എന്താണ് വെള്ളമാണ് എന്ത് ഈ 3 സ്റ്റേറ്റിൽ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും ഉള്ള ഓൺലി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? വാട്ടർ. ഓക്കെ, ഇനി വാട്ടർ ലെവൽ നോക്കാൻ അറിയോ നിങ്ങൾ? നോക്കാം. ലുക്ക് അറ്റ് ദ ബിൽഡർ who measures the level using the level tube filled with water. എന്താണ് കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബിൽ വെള്ളം നിറച്ച് അളവെടുക്കുന്നത് നോക്കൂ. കണ്ടോ? Fill a level tube with water and check the level of different places in your classroom. എന്താണ് ഒരു ലെവൽ ട്യൂബിൽ വെള്ളം നിറച്ച് നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വിവിധ സ്ഥലങ്ങളുടെ നിരപ്പ് ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്തിനാ പരിശോധിക്കുന്നത്? അപ്പം ഈ ഇതൊന്ന് നോക്കിയേ, ഇത് കണ്ടോ 3 ഗ്ലാസ്സിൽ അല്ലേ. ഇതുപോലെ അടിയിൽ എന്താക്കുക, ഇങ്ങനെ ട്യൂബ് ഇടുക 3-ലും. എന്നിട്ട് എന്താക്കുക, മേക്ക് ദ പാർട്സ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. നിങ്ങൾ ഈ ഇതുപോലെ എന്താക്കുകയാണ് ഒരു ഉപകരണം ഉണ്ടാക്കി നോക്കുക. പോർ വാട്ടർ ഇൻ എനി ബോട്ടിൽ ആൻഡ് ഒബ്സർവ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താണ് ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് നോക്കൂ, എന്താ സംഭവിക്കുക? 3-ലും വെള്ളം ഒരേ ലെവലിനെ നിറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതുക കേട്ടോ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ ഇൻ ദ വെൽസ് ഓഫ് ദ നിയർ ബൈ ഹൗസസ് വെൻ വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ്. അപ്പോൾ ഈ വെള്ളം ജലാശയങ്ങൾ, നമ്മളെ വാട്ടർ ബോഡീസ് ഒക്കെ ഉണ്ടല്ലോ അല്ലെ, ജലാശയങ്ങളൊക്കെ അതിൽ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പിന് എന്താ സംഭവിക്കുക? ജലനിരപ്പ് കുറയൂ അല്ലേ. അതിൻ്റെ വാട്ടർ ലെവൽ എന്താണ് ഈ വെൽസിൻ്റെ ഒക്കെ വാട്ടർ ലെവൽ കുറയും. വാട്ടർ ബോഡീസ് ഒക്കെ ഡ്രൈ ആകുമ്പോൾ അല്ലേ. വിൽ ദ അൺകൺട്രോൾഡ് യൂസ് ഓഫ് വാട്ടർ ബൈ ഇൻഡസ്ട്രീസ് എഫക്ട് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഇൻ ദാറ്റ് ഏരിയ. എന്താണ് ഈ ഇൻഡസ്ട്രീസിലുള്ള നിയന്ത്രണമില്ലാതെ ജലം എടുക്കുന്നത്, ഇൻഡസ്ട്രീസുകളൊക്കെ എന്താണ് നിയന്ത്രണമില്ലാതെ വെള്ളം എടുക്കുന്നത് ആ പ്രദേശത്തെ ഈ ജലലഭ്യതനെ ബാധിക്കുമോ എന്ന് ചോദിച്ചത്. യെസ് അല്ലേ. ഡിസ്കസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഫൈൻഡിങ്സ് കേട്ടോ. വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. എന്താണ് ദിസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ എപ്പോഴും അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കേട്ടോ. വാട്ടർ മെയിൻറ്റെയിൻ ഇറ്റ്സ് ലെവൽ. വാട്ടർ എപ്പോഴും അതിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെക്കും. ദിസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ശ്രദ്ധിക്കുക, പഠിക്കുക കേട്ടോ. അപ്പോൾ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഈസ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. വെള്ളം എപ്പോഴും അതിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ടിരിക്കും കേട്ടോ. വാട്ടർ സോഴ്സസ്. ഇനി എന്താണ് വാട്ടർ സോഴ്സ് ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. വാട്ടർ സോഴ്സ് പറഞ്ഞാൽ എന്താണ്? വെള്ളം ഇവിടുന്ന് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് അല്ലേ. എർത്ത് ഈസ് എ വാട്ടറി പ്ലാനറ്റ് അല്ലേ. എന്താണ് ജലസമൃദ്ധമായ ഒരു പ്ലാനറ്റ് ആണ് എന്ത് എർത്ത് അല്ലേ. അബ്സർവ് ദ പിക്ചേഴ്സ്. വാട്ട് ഈസ് ദ മെയിൻ ബോഡി ഓഫ് വാട്ടർ ഓൺ എർത്ത്. നോക്കൂ, ഈ ഭൂമിയിലെ എർത്തിലെ പ്രധാന ജലശേഖരം ഏതാണ്? നോക്കൂ, സീ അല്ലേ, സീ ആണ് അല്ലേ. അപ്പോൾ ഈ ലാൻഡ് ആകെ എത്ര? അപ്പോൾ 3 പാർട്ടാക്കിയാൽ ഒരു ഭാഗമേ ലാൻഡ് ഉള്ളൂ അല്ലേ, ബാക്കി 2 ഭാഗം എന്താ സീ ആണ് അല്ലേ. സീ വാട്ടർ കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് സോൾട്ട്. സോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡെയിലി നീഡ്സ് അല്ലേ. എന്താണ് വലിയ അളവിൽ എന്താണ് അതിൽ സോൾട്ട് ഡിസോൾവ് ചെയ്തുകൊണ്ട് എന്താണ് കടൽ വെള്ളം നമുക്ക് എന്താണ് ഡെയിലി നീഡ്സിന് എന്താണ് ഉപയോഗിക്കാൻ സാധിക്കില്ല അല്ലേ.
അത് പിന്നെ പ്യൂരിഫൈ ചെയ്യണം. റൈറ്റ് ഡൗൺ ദ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ അറൗണ്ട് യു. ഇപ്പം എന്താണ് നിങ്ങളുടെ ചുറ്റുപാടിലെ ഫ്രഷ് വാട്ടർ ഏതെല്ലാം ഒന്ന് എഴുതോ. നമുക്ക് കിണറിൽ കിട്ടും അല്ലേ, വെല്ലിൽ കിട്ടും, പിന്നെ എന്തൊക്കെയാ ബോർവെല്ലിൽ കിട്ടും അല്ലേ, കുഴൽക്കിണറിൽ കിട്ടും. പിന്നെ ഏതൊക്കെയാണെന്നുള്ളത് എഴുതുക കേട്ടോ. വാട്ടർ റീച്ചസ് ദീസ് വാട്ടർ സോഴ്സസ് ത്രൂ റെയിൻ. അപ്പോൾ ഈ വെള്ളം ഈ വെല്ലിലേക്കും പോണ്ടിലേക്കും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് വരിക? ഇതൊക്കെ എത്തിക്കുന്നത് എന്താണ്? റെയിനിലൂടെയാണ് അല്ലേ, മഴയിലൂടെയാണ് എന്ത് വെള്ളം നമുക്ക് ലഭിക്കുന്നത് അല്ലേ. ഇനി വാട്ടർ ഡ്രോപ്പ് സേസ്. ഇനി വെള്ളത്തുള്ളികൾ പറയുന്നത് കേട്ടു, ഒന്ന് നോക്കൂ എന്തായാലും പറയാനുള്ളത് കേട്ടോ. ലിവിങ് ബീങ്സ് കനോട്ട് ലിവ് വിത്തൗട്ട് ആസ്. എന്താണ് ലിവിങ് ബീങ്സിന് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല അല്ലെ. ഒരു ലിവിങ് ബീങ്സിനും ഒരു ജീവജാലങ്ങൾക്കും എന്താണ് ഞങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആരില്ലാതെ? വെള്ളമില്ലാതെ അല്ലെ. ആസ് ദ വാട്ടർ ബോഡീസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് വി റൈസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ അല്ലെ. എന്താണ് ഈ വാട്ടർ ബോഡീസ് ഒക്കെ ജലാശയങ്ങളൊക്കെ ചൂട് പിടിക്കുമ്പോൾ എന്താണ് ഞങ്ങൾ അറ്റ്മോസ്ഫിയറിലേക്ക് ഉയരുന്നു, അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. വി ദെൻ ഗെറ്റ് കൂൾഡ് ആൻഡ് ടേൺ ഇൻ ടു റെയിൻ ക്ലൗഡ്സ് അല്ലെ. പിന്നീട് തണുത്ത് എന്തായി? റെയിൻ ക്ലൗഡ്സ് അല്ലെ, മഴമേഘങ്ങളായി മാറുന്നു. ദെൻ സ്മോൾ പാർട്ടിക്കിൾസ് ഇൻ ദ റെയിൻ ക്ലൗഡ്സ് കമ്പൈൻ ടുഗദർ ആസ് റെയിൻ ഡ്രോപ്സ് ആൻഡ് ഫാൾ ടു എർത്ത്. പിന്നെ അവിടെ വെച്ച് എന്താണ് ചെറിയ കണികകളായിട്ട് സ്മോൾ പാർട്ടിക്കിൾസ് ആയി ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് എന്തായി മഴത്തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് പതിക്കുകയാണ് അല്ലെ. ഫാൾ ഇൻ ടു ദ എർത്ത് അല്ലെ, ഫാൾ ടു എർത്ത്. ദസ് വി ബിക്കം പാർട്ട് ഓഫ് വാട്ടർ സോഴ്സസ് അല്ലെ. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു, വാട്ടർ സോഴ്സസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ മാറുന്നു അല്ലെ. വെള്ളത്തുള്ളികൾ പറയുന്നത് കേട്ടല്ലോ. ലിവിങ് ബീ. അപ്പൊ എന്താണ് ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് ജീവജാലങ്ങൾക്ക് വെള്ളമില്ലാതെ ജീവിക്കാനാവില്ല. ഈ ജലാശയങ്ങൾ വാട്ടർ ബോഡീസ് ഒക്കെ ചൂട് പിടിക്കുമ്പോൾ എന്താണ് ഈ വെള്ളം അറ്റ്മോസ്ഫിയറിലേക്ക് ഉയരുകയാണ്. പിന്നീട് എന്താണ് തണുത്ത് മഴമേഘങ്ങളായി മാറുകയാണ്. അവിടെ വെച്ച് സ്മോൾ പാർട്ടിക്കിൾസുകളായ അവരെന്താണ് വെള്ളങ്ങൾ ഒന്നിച്ച് ചേർന്ന് മഴത്തുള്ളികളായിട്ട് എർത്തിലേക്ക് പതിക്കുകയാണ് അല്ലെ. അങ്ങനെ എന്താണ് വാട്ടർ സോഴ്സിന്റെ ഒരു പാർട്ടായി മാറുകയാണ് കേട്ടോ. Living beings depend on the fresh water available on earth, but some human activities are causing water pollution. Observe the cases given below. ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ് അല്ലെ. എന്നാൽ മനുഷ്യന്റെ ചില ഇടപെടലുകൾ എന്താണ് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട് അല്ലെ. വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം മലിനീകരണപ്പെടുക അല്ലെ, ജലമലിനീകരണമാണ് അല്ലെ, അതിന് കാരണമാകുന്നുണ്ട്. ഒബ്സർവ് ദ കേസസ് ഗിവൺ ബിലോ. നോക്കൂ താഴെയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടോ. ഇതൊക്കെ എന്താണ് വാട്ടർ പൊല്യൂഷന് കാരണമാവുകയാണ് അല്ലെ. കണ്ടക്ട് എ ക്ലാസ് സെമിനാർ ഓൺ വാട്ടർ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് റെമഡീസ്. എന്താണ് നിങ്ങളൊരു ക്ലാസ് സെമിനാർ വെച്ചിട്ട് നിങ്ങൾ എന്താക്കാണ് അതിന്റെ പരിഹാര മാർഗങ്ങളും ക്ലാസ്സസ് എന്താണ് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെമിനാർ നിർത്തുക. ലെറ്റ് us കൺസേർവ് ഫോർ ഫ്യൂച്ചർ. കരുതി വെക്കാം നാളേക്ക്. വി ആർ ഇൻ പ്ലേസ് ദാറ്റ് റിസീവ്സ് ലാർജ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ അല്ലെ. മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത് അല്ലെ. ബട്ട് ഇൻ സമ്മർ, എന്നാൽ വേനൽക്കാലത്ത് എന്താണ് ദർ ഈസ് ഡ്രൗട്ട് ഇൻ മെനി ഏരിയാസ്. പല പ്രദേശങ്ങളും എന്താണ് ഡ്രൗട്ട് അല്ലെ, വരൾച്ച ഉണ്ടാവും അല്ലെ. ഇഫ് വി ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ വി ക്യാൻ എൻഷ്യൂർ വാട്ടർ അവൈലബിലിറ്റി ഈവൻ ഇൻ സമ്മർ അല്ലെ. മഴവെള്ളം സംഭരിച്ച് വെച്ചാൽ എന്താണ് വേനൽക്കാലത്ത് എന്താണ് നമുക്ക് വാട്ടർ അവൈലബിലിറ്റി ഉണ്ടാവും അല്ലെ, ജലലഭ്യത ഉറപ്പാക്കാം. അപ്പോൾ അപ്പോൾ ഇവിടെ എന്താണ് മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത്. എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളും എന്താ ഡ്രൗട്ട് ഉണ്ടാകുന്നുണ്ട് അല്ലെ, വരൾച്ച ഉണ്ടാകുന്നുണ്ട്. മഴവെള്ളം സംഭരിച്ച് വെച്ചാൽ എന്താ വേനൽക്കാലത്ത് നമുക്ക് എന്താണ് ജലലഭ്യത ഉറപ്പാക്കാം. ടേക്ക് എ ലുക്ക് അറ്റ് സം ഓഫ് ദ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് ഇല്ലുസ്ട്രേറ്റഡ്. മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗങ്ങളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പൊ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചോദിച്ചാൽ ഏതൊക്കെയാണ് പറയേണ്ടത്? റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്, ചെക്ക് ഡാം, സ്റ്റോൺ വാൾ, വെൽ റീചാർജിങ്, ഇതൊക്കെയാണ് കേട്ടോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ കേട്ടോ. മഴവെള്ള സംഭരണി, തടയണ, പിന്നെ കയ്യാല, കിണർ റീചാർജിങ് ഒക്കെയാണ് ഇത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ് കേട്ടോ. വാട്ട് അതർ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ സ്റ്റോറേജ്. പിന്നെ മറ്റെന്തെല്ലാം മാർഗങ്ങൾ ജലസംഭരണത്തിന് നമുക്ക് ഉപയോഗിക്കാം? ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ദാറ്റ് ആർ ബീയിങ് യൂസ്ഡ് ഇൻ യുവർ ഏരിയ. നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ പ്രദേശത്തെ ഏതെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തുക കേട്ടോ. പ്യുവർ വാട്ടർ ഈസ് പ്രീഷ്യസ് അല്ലെ. ശുദ്ധജലം എന്താണ് അമൂല്യമാണ് അല്ലെ. ഡോണ്ട് വേസ്റ്റ് ഇറ്റ്, എന്താണ് അത് പാഴാക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ചാപ്റ്റർ കേട്ടോ. പിന്നെ ഫൈൻഡ് ഔട്ട് ദ മെത്തേഡ്സ് ദാറ്റ് ആർ ബീയിങ് യൂസ്ഡ് ഇൻ യുവർ ഏരിയ എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ്, സാൻഡ് ഡാംസ്, വാട്ടർ ബ്ലാഡേഴ്സ്, പോൺസ് എന്നൊക്കെ നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ ഏരിയയിൽ വെള്ളം കിട്ടുന്നുണ്ട് അല്ലേ. ഈ മെത്തേഡിലൊക്കെ നമുക്ക് എന്താണ് ഈ മെത്തേഡിലൊക്കെ ഈ മാർഗങ്ങളിലൊക്കെ നമുക്ക് വെള്ളം ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ എന്താക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.